Riyadh Saudi by effectively executing his idea and working closely with stakeholders. Please welcome on the stage Mr. Satish Kumar. അപ്പോൾ നമുക്ക് കുറച്ച് അടുത്ത് പരിചയമുള്ള ക്ലോസ് ഫ്രണ്ട്സിൻ്റെയും അവർക്ക് എന്താണ് അച്ഛനോട് പറയാനുള്ളതെന്ന് നമുക്ക് കാണാം. നമസ്കാരം, ഞാൻ അബ്ദുൽ വഹാബ്, പ്രൊപ്പറേറ്റർ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. 4 ദശാബ്ദങ്ങളായി സൗദി അറേബ്യയിൽ ജുബൈലിൽ പ്രവാസ ജീവിതം നയിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ് സതീശൻ. സതീശനെ പറ്റി പറയുമ്പോൾ വളരെ അവിചാരിതമായിട്ടാണ് എൻ്റെ സുഹൃത്ത് ബന്ധം സതീശനുമായിട്ടുണ്ടാകുന്നത്. അതിന് പ്രധാന കാരണം എൻ്റെ ഭാര്യയും സതീശന്റെ വൈഫും ക്ലാസ്മേറ്റ്സാണ്. അവരുടെ സൗഹൃദം ഞങ്ങളെ സൗഹൃദത്തിൽ എത്തിക്കുകയും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്തായി സതീശൻ മാറുകയുമാണ് ഉണ്ടായത്. ഈ സതീശന്റെ 30 വർഷത്തെ കാലയളവിലുള്ള പ്രവാസി ജീവിതം, ആ ജീവിതത്തിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം അദ്ദേഹത്തിനെയും കുടുംബത്തിനും ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ കൃപകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സതീശനെ പറ്റി ചുരുങ്ങിയ ചില വാക്കുകൾ എന്റെ വൈഫ് പറയുന്നതാണ്. എല്ലാവരോടും ചിരിച്ച മുഖമാണ്. നല്ല പോസിറ്റീവ് എനർജി ആളെപ്പോഴും. ആൾ കണ്ടാൽ തന്നെ പോസിറ്റീവ് എനർജി. ഷീജയ്ക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. ഷീജ ആയാലും സതീശേട്ടനായാലും നല്ല സപ്പോർട്ടാണ് നമുക്ക്. ചുരുങ്ങിയ കാലയളവിൽ അറേബ്യന്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച വ്യക്തിത്വത്തിൽ എന്റെ ഏറ്റവും ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് ബന്ധം കൂടിയാണ് സതീഷ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നല്ലൊരു പങ്കും സൗദി അറേബ്യയിൽ ജീവിതം ചെലവഴിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സതീശൻ. ഞങ്ങളിപ്പോ പരിചയപ്പെട്ടിട്ട് സത്യം 3 വർഷമേ ആയിട്ടുള്ളൂ. ഈ 3 വർഷം കൊണ്ട് ഒരു 30 വർഷത്തെ സൗഹൃദമാണ് നമുക്കിപ്പോ ഉള്ളത്. പ്രവാസി ജീവിതത്തിൽ ഈ വ്യക്തിത്വത്തിന് ഏറ്റവും കൂടുതൽ തെളിവാണ്, ഞങ്ങളുടെ ആ സ്നേഹബന്ധത്തിന് ഏറ്റവും കൂടുതൽ തെളിവാണ് ഇന്ത്യയിൽ താമസിക്കുന്ന ഞങ്ങള് സതീശനെയും കുടുംബത്തെയും തേടി സൗദി അറേബ്യയിൽ ജുബൈൽ എന്ന സ്ഥലം സന്ദർശിക്കുകയും അവരുടെ ആതിഥേയത്വം സ്വീകരിക്കുകയും അവരുടെ ഫ്രണ്ട്ഷിപ്പുകളും ഞങ്ങൾക്ക് വളരെ മനോഹരമായ രീതിയിൽ ഞങ്ങളെ ട്രീറ്റ് ചെയ്ത് വിടുകയും ചെയ്തു. എന്നെയും എന്റെ ഭാര്യയും എന്റെ കുടുംബത്തെയും വളരെ ആത്മാർത്ഥം വളരെ ഭംഗിയായ രീതിയിൽ ട്രീറ്റ് ചെയ്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സതീശൻ. ആ സതീശനെ പറ്റി പറഞ്ഞു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഉള്ളത്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്നേഹബന്ധത്തിന് ഉടമയാണ് സതീശൻ. ഹായ് സതീഷേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്ന് സതീഷേട്ടൻ്റെ അവിടെ എന്തൊക്കെയോ ഒരു സർപ്രൈസ് ഒക്കെ തരുന്നുണ്ടെന്ന് പാറു പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ നമുക്കും കഴിഞ്ഞത് സന്തോഷമുണ്ട്. സതീഷേട്ടനെ കുറിച്ച് ഈ വേളയിൽ എന്താ പറയേണ്ടത്? സതീഷേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വരാനോ, അതല്ല ഒരു ഫാമിലി ഫ്രണ്ട്, അതുമല്ല ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പാണ്. നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. ഒരു യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല സമയത്തും ചീത്ത സമയത്തും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണല്ലോ. സതീഷേട്ടൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ അത് നമ്മളോടൊപ്പം ചേർന്ന് നിന്നാൽ നമ്മളെ അതിൽ നിന്നും പുറത്ത് വരാനായിട്ട് ഒരുപാട് സഹായിച്ച ഒരാളാണ്. സൗദി അറേബ്യയിൽ നിന്ന് വിട്ടു വന്നിട്ടും ഇപ്പോഴും ആ ബന്ധം അങ്ങനെ തന്നെ തുടരുന്നതിൽ സതീഷേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. പിന്നെ സതീഷേട്ടൻ ഇനിയും ജീവിതത്തിൽ ഒരുപാട് നന്മകളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചെറുപ്പത്തിൽ തൊട്ട് നമ്മൾ കണ്ടു വളരുന്നവരങ്ങനെ. അപ്പോൾ നമുക്ക് എന്തൊരു കാര്യത്തിന് എൻകറേജ്മെൻറ്റും സ്നേഹവും എല്ലാത്തിനും സപ്പോർട്ടീവായിട്ട് നമ്മുടെ കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങൾ എന്നുള്ള രീതിയിലാണ് സതീശങ്ങൾ കാണുന്നത്. അങ്ങനെന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ തൊട്ട് കണ്ടു വളരുന്ന ഒരാളാണ്. പിന്നെ എല്ലാത്തിനും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും. പിന്നെ ഏത് പരിപാടി ചെയ്യാനാണെങ്കിലും എന്തായിട്ടും സോളോ ആയിട്ട് ഗ്രൂപ്പായിട്ട് എന്തൊരു ആക്ടിവിറ്റിക്കും നമുക്ക് ഫുൾ എൻകറേജ്മെൻറ്റും സപ്പോർട്ടും തരുന്നതാണ്. അപ്പോൾ 30 വർഷമായെന്ന് പറഞ്ഞപ്പം ഞാൻ ഭയങ്കര അമേസ്ഡായി. അതൊരു വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ ഇനിയും ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ കാര്യത്തിലും ഞാൻ എല്ലാ വിശ്വസും ഏർപ്പെടുത്തുന്നു. ഇനിയും വർഷങ്ങളോളം അവിടെ ഉണ്ടാവട്ടെ. അവിടെ എല്ലാ രീതിയിലും അങ്ങനെ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. ബൈ. ബൈ.
Hello Satish Uncle, 30 years Saudi Arabia completed, then a very big congratulations and all the very best and stay happy. പ്രവാസം ഒരു പ്രയാസമല്ലെന്ന് നമ്മളുടെ ഇടയിലൂടെ തെളിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട സതീഷ് ചേട്ടൻ 30 വർഷം പ്രവാസ ജീവിതം തികച്ചിരിക്കുകയാണ്. സതീഷ് ചേട്ടാ, ഒരുപാട് സന്തോഷവും ആശംസകളും നേരുകയാണ്. ഇനിയും ഒരുപാട് വർഷങ്ങൾ ആയുരാരോഗ്യ സൗഭാഗ്യത്തോടെ ഈ പ്രവാസ ജീവിതം ഞങ്ങളെയൊക്കെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സതീഷ് ചേട്ടനെ കുറിച്ച് പറയാൻ ഒറ്റ വാക്കിലൊന്നും തീരത്തില്ല. കാരണം കലാ സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച, ഈവൻ ഇവിടെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ കലാപരിപാടികളൊക്കെ ആദ്യമായിട്ട് ക്രിയേറ്റിവിറ്റി ആയിട്ടൊക്കെ ചെയ്ത ഒരേ ഒരു വ്യക്തിയാണ്. അതിന് സംഘടനാ മേധാവിത്വം കൊടുത്ത വ്യക്തിയാണ്. അപ്പോൾ ഇന്നും ഉള്ളിൽ കലയെ സൂക്ഷിക്കുന്ന, കലയെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന സതീഷ് ചേട്ടന് വീണ്ടും നേരുന്നു 1000 ആശംസകൾ. Satish uncle, 30 years. Wow. A good person. And ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യ വന്നപ്പം എനിക്ക് ഒരു സർപ്രൈസ് ഉണ്ടാക്കി തന്ന ആളും. ലവ് യു സതീഷ് ചേട്ടാ. അങ്ങനെ 30 വർഷമായില്ലേ സൗദിയിൽ വന്നിട്ട്. എന്തായാലും സതീഷ് ചേട്ടനെ പോലെ ഒരു വ്യക്തിത്വനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയതിൽ ദൈവത്തോടും പിന്നെ പ്രത്യേകിച്ച് സിയാദിനോട്, അതായത് മിസ്റ്റർ വില്ലനോട് ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. കാരണം ഇത്രയും നല്ലൊരു വ്യക്തിത്വം, നല്ലൊരു കുടുംബം, നല്ലൊരു ചേച്ചി, നല്ലൊരു മോള്, ഇവരെ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതും അതിലുപരി എല്ലാവരെക്കാട്ടിലും ഞങ്ങൾ ഇത്രയും പേരുണ്ടതിലും ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് സതീഷ് ചേട്ടാ. നിങ്ങളുടെ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. എപ്പോഴും ചിരിച്ച മുഖത്തോടെ നമ്മളെ ഏത് സമയത്ത് കണ്ടാലും ആ ലിൻഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിളി ഉണ്ടല്ലോ, ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന ആ ഒരു വിളി എന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ 30 വർഷം തികച്ച നമ്മുടെ സതീഷ് ചേട്ടന് എല്ലാവിധ ആയുസ്സാരോഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷം. ഹായ് സതീഷ് ചേട്ടാ. ഹലോ സതീഷ് ചേട്ടാ. അങ്ങനെ 30 വർഷം സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ സൗദി അറേബ്യയിൽ കംപ്ലീറ്റ് ചെയ്തേക്കുവാണ് നമ്മുടെ സ്വന്തം സതീഷ് ചേട്ടൻ. സതീഷ് ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഇതൊരു ചെറിയ വീഡിയോ ഉണ്ട്, അത്രയൊന്നും പറയുന്നില്ല. ഞാൻ കണ്ടതിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഒരു പെർഫെക്റ്റ് ഫാമിലി മാൻ, ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്, അതാണ് നമ്മുടെ സ്വന്തം സതീഷ് ചേട്ടൻ. എന്താവശ്യമുണ്ടെങ്കിലും ആർക്ക് വേണ്ടിയിട്ടും എപ്പോഴും അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ സ്വന്തം സതീഷ് ചേട്ടൻ ഇനിയും വർഷങ്ങളോളം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് സൗദിയിൽ തുടർന്നു പോകാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് സതീഷ് ചേട്ടാ. വി ഓൾ ലവ് യു. സതീഷ് ചേട്ടാ, 30 years, not a simple thing, truly an inspiration. അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഇതേ ചുറുചുറുപ്പോടെ, എനർജിയോടെ, ഡെഡിക്കേഷനോടെ ഇനിയും കുറെ വർഷങ്ങൾ മുമ്പോട്ട് പോട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. വേറെ ലെവലായിട്ട് പോട്ടെ. താങ്ക് യു. ഹായ് സതീഷ് ചേട്ടാ. സതീഷ് ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ കുറച്ച് വാക്കുകൾ ചുരുക്കേണ്ടി വരും. വേറെ ഒന്നും കൊണ്ടല്ല, പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാടുണ്ട് സതീഷ് ചേട്ടനെ കുറിച്ച് പറയാൻ. ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ആക്ച്വലി പേഴ്സണലി പറഞ്ഞാൽ വളരെ പോസിറ്റീവ് സൈഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാനും ടൈം സ്പെൻഡ് ചെയ്യാനും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും പോസിറ്റീവാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഗ്യാങ്ങിൽ നമ്മൾ റേറ്റിംഗ് ഇടാൻ നിന്നാൽ അതിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നമ്മൾ സതീഷ് ചേട്ടന് മേ ബി റേറ്റിംഗ് 1 ഓഫ് ദ ബെസ്റ്റ് റേറ്റിംഗ്സ് ഇടേണ്ടി വരും. ബിക്കോസ് സതീഷ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ സതീഷ് ചേട്ടൻ എപ്പോഴും പോസിറ്റീവാണ്. നമ്മളിപ്പോൾ സതീഷ് ചേട്ടൻ്റെ അടുത്ത് ഒരു പ്രശ്നം വന്ന് പറഞ്ഞാലും സതീഷ് ചേട്ടൻ അയ്യേ ഇത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് കണ്ട് അതിനങ്ങ് സിമ്പിൾ ഒരു കാര്യമായിട്ട് അങ്ങ് കണ്ടങ്ങ് അത് സോൾവ് ചെയ്ത് വരും. പിന്നെ ഭയങ്കര ആക്റ്റീവാണ് നമ്മുടെ കൂട്ടത്തിൽ. ഒരുപാട് കാര്യങ്ങളുണ്ട് സതീഷ് ചേട്ടനെ കുറിച്ച് പറഞ്ഞാൽ. 1 ഓഫ് ദ ബെസ്റ്റ് ഡാഡ്സ് ആണ് ഞാൻ കണ്ടത്. 1 ഓഫ് ദ ബെസ്റ്റ് ഹസ്ബൻഡാണ്. അങ്ങനെ ഒരു ട്രൂ ഇൻസ്പിറേഷൻ തന്നെയാണ് സതീഷ് ചേട്ടനെ കുറിച്ച് സംസാരിച്ചത്. ഞാൻ അതുകൊണ്ട് വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ആക്ച്വലി എനിക്ക് വളരെ സന്തോഷമുണ്ട് സതീഷ് ചേട്ടൻ്റെ കൂടെ ഓരോ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനും. നമ്മൾ ആക്ച്വലി ഒരു കുടുംബം പോലെയാണ് നമ്മളെല്ലാവരും കഴിയുന്നത്. അതിൽ എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ജീവിതകാലം മൊത്തം നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റട്ടെ. ഞാനും അത് എഗ്രി ചെയ്യുന്നു. എന്നും സതീഷ് ചേട്ടനെ കാണുമ്പോഴത്തേക്ക് സതീഷ് ചേട്ടൻ്റെ ഹാപ്പി ആയിട്ടുള്ള ഫേസും അതുപോലെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഹാപ്പി ആയിട്ട് എന്താ പറയുക കീപ്പ് ചെയ്യാനും അതുപോലെ നല്ലൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാനുള്ള സതീഷ് ചേട്ടൻ്റെ കഴിവ് അത് എന്തായാലും ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന ഒരിതാണ്. അപ്പോൾ സതീഷ് ചേട്ടൻ ആ ഒരു രീതി എന്നും കീപ്പ് ചെയ്യണം, മുന്നോട്ടും കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ സതീഷ് ചേട്ടൻ്റെ എനർജറ്റിക് ആയിട്ടുള്ള റീൽസ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വൈബിങ് ആണ്, അതൊരു രക്ഷയില്ല. അപ്പൊ അതെല്ലാം എന്നും ഇതിനേക്കാളും ഏറ്റവും എക്സ്ട്രീം എത്ര സൂപ്പറാക്കാൻ പറ്റോ അത്രയും സൂപ്പറാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്ന് ആശംസിച്ചോളുന്നു. അപ്പോൾ ഹാപ്പി 30th ആനിവേഴ്സറി ഇൻ സൗദി അറേബ്യ സതീഷ് ചേട്ടാ. ഹലോ സതീഷ് ചേട്ടാ. 30 വർഷത്തെ പ്രവാസം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഒരു പരിചയപ്പെടൽ വളരെ ചുരുക്കം സമയമായിട്ടേ ഉള്ളൂ. ആ സമയങ്ങളിൽ കൊണ്ട് തന്നെ വളരെ അടുത്തറിയാനും
കണ്ടപ്പോഴെല്ലാം ഒരു കുടുംബം പോലെ ചേർത്ത് പിടിച്ചതും ഒക്കെ സതീഷേട്ടനാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനൊരു 30 വർഷം സൗദി അറേബ്യയിൽ ജീവിച്ചു പോവുക എന്നുള്ളത് നിസ്സാരമായുള്ളൊരു കാര്യമല്ല. സതീഷേട്ടനെ കൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരുപോലെ നിൽക്കാനും എല്ലാവരെയും ഒരു മനസ്സുകൊണ്ട് സ്നേഹിക്കാനും പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. എന്നാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷേ ആസ് എ പേഴ്സൺ ഞാൻ പരിചയപ്പെടുത്തിടത്തോളം മറ്റുള്ളവരെൻ്റെ അടുത്ത് പറഞ്ഞറിഞ്ഞിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി, ഒരു പാമ്പറിങ് നേച്ചർ, ഒരു കെയർ, ഇതെല്ലാ മനുഷ്യർക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. ഇനിവേ കൂടുതൽ പറഞ്ഞ് മോശമാക്കുന്നില്ല, ചളമാക്കുന്നില്ല. ഈ 30 വർഷം കടന്ന് പോയ നിമിഷങ്ങൾ എങ്ങനെയാണോ അതിലും മനോഹരമായുള്ള അടുത്ത വർഷങ്ങൾ വരട്ടെ എന്ന് നേർന്നുകൊണ്ട് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. താങ്ക്സ്. സതീഷേട്ടാ, അപ്പം 30 വർഷം സതീഷേട്ടൻ സൗദി അറേബ്യയുടെ മണ്ണിൽ എല്ലാവിധ അനുഗ്രഹത്തോടുകൂടി പോയി. ഇനിയും മുന്നോട്ട് അനുഗ്രഹം നിറഞ്ഞ വർഷങ്ങളായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. എന്നും എപ്പോഴും ദൈവാനുഗ്രഹം എപ്പോഴും സതീഷേട്ടന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സതീഷേട്ടനും കുടുംബത്തിനും ചേച്ചിക്കും 2 മക്കൾക്കും കൂടെ ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ ഹൃദയമായി ആശംസിക്കുന്നു. എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും. ഓക്കെ സതീഷേട്ടാ, ഇനിയും മുന്നോട്ട്, വീണ്ടും മുന്നോട്ട്. സക്സസ് ആയിട്ടുള്ള 30 വർഷമാണ് സൗദി അറേബ്യയിൽ ജീവിച്ച് നല്ല സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് തീർത്തത്. അതിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ആസ അച്ഛൻ എന്ന നിലയ്ക്ക് അച്ഛൻ വൈബ് അച്ഛനാണ്. ഞങ്ങളുടെയൊക്കെ അച്ഛന്മാര് പോവരുതേ ചെയ്യരുതേ എന്ന് പറയുന്ന കാര്യങ്ങൾ സതീഷേട്ടൻ വേണ്ടി പോയി ചെയ്തിട്ട് വാ പോ എന്ന് പറയും. വൈബ് പിടിച്ച് നടക്കുന്ന ഒരു അച്ഛൻ. ഈ അച്ഛനെ വേണം നീ കണ്ടുപിടിക്കാൻ, കേട്ടോ അച്ഛൻ. അച്ഛനൊരച്ഛനാകുന്നു. അച്ഛനെ പോലെ ഒരു അച്ഛൻ വേറെ ആരുമില്ല. അമിതാഭ് ബച്ചൻ വരെ മാറി നിൽക്കും. അച്ഛാ സതീഷ് അച്ഛാ. ഇതിലും വലിയ വിശ്വൊന്നും ജന്മത്തിൽ കിട്ടാനില്ല. അപ്പൊ ശരി. പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ, ഞാൻ ഷാജി മതിലകം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ, പ്രത്യേകിച്ച് ജുബൈലിൽ സതീഷ് കുമാർ എന്ന പേര് കേൾക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കലാ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം അറേബ്യൻ റോക്ക് സ്റ്റാർ എന്ന മഹത്തായ സംഘടനയ്ക്ക് രൂപം നൽകുകയും അതിലൂടെ ഒട്ടനവധി കലാകാരന്മാരെയും കലാകാരികളെയും വളർത്തിയെടുത്ത ഒരു മഹത് വ്യക്തിത്വമാണ് സതീഷ് കുമാർ. ഇന്ന് അദ്ദേഹവും കുടുംബവും സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ്. അതുപോലെ തന്നെ കിഴക്കൻ പ്രവിശ്യയിലെ എല്ലാ കലാ സാംസ്കാരിക വേദികളിലെയും നിറസാന്നിധ്യം കൂടിയാണ് അദ്ദേഹവും കുടുംബവും. പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതത്തിലെ 30ാം വാർഷികത്തിൻ്റെ ദിനമാണിന്ന് ആഘോഷിക്കപ്പെടുന്നത്. ഈ സന്തോഷകരമായ വേളയിൽ അദ്ദേഹത്തിന്, കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഹായ് സതീഷേട്ടാ. ഹായ്. അങ്ങനെ സതീഷേട്ടൻ പ്രവാസത്തിന്റെ 30 വർഷത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ നേരെ പകുതി, പക്ഷെ ആ പകുതി വഴിയിൽ നമ്മൾ വന്നപ്പോഴും തൊട്ടുള്ള ബന്ധമാണ് സതീഷേട്ടനായിട്ട്. പ്രത്യേകിച്ച് പ്രതിഭ സ്കൂൾ ഓഫ് ഡാൻസിന് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും എന്നും തന്നെ നമ്മളോടൊപ്പം സഹോദരനെ പോലെ ചേർത്ത് നിർത്തുന്ന സതീഷേട്ടന്റെ ഈ ഒരു 30ാമത്തെ വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ ആഘോഷത്തിൽ നമ്മൾ ഭാഗമാണ്. ഇവിടെ സതീഷേട്ടനും സതീഷേട്ടന്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഇനിയും നല്ല സൗഹൃദങ്ങൾ വളരട്ടെ, നല്ല ബന്ധങ്ങൾക്ക് എന്നും നല്ല എന്താ പറയണ്ടേ ശക്തി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ സ്വന്തം ഇതിന് കണ്ടവരും കൂടെ കെട്ടിയോളും കുട്ടികളും നാട്ടിലാണ്. പ്രവാസ ലോകത്ത് 30 വർഷം 3 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കുകയാണ് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് സതീഷ്. അത് ഭയങ്കര സ്ട്രഗിളാണ് കേട്ടോ. ജീവിതത്തെ അത്ര നല്ല രീതിയിൽ ഇച്ഛാശക്തിയോടെ നോക്കിക്കാണുന്നവർക്കൊക്കെ കഴിയുന്ന ഒരു കാര്യമാണ്. സതീഷിനെ എനിക്കറിയാം, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ഈ പറഞ്ഞതുപോലെ സതീഷ് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളുടെ നിറസാന്നിധ്യമാണ്. സതീഷിന്റെ കൂടെ എപ്പോൾ കൂടിയാലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതുകൊണ്ട് ഒരു 30 വർഷം കൂടി അവിടെ ഇനി തുടരാം. എല്ലാ ആശംസകളും സതീഷിന്, പ്രിയപ്പെട്ട സുഹൃത്തിന് എല്ലാ നന്മകളും, കുടുംബത്തോടൊപ്പം സന്തോഷത്തെ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ആശംസകൾ. സതീഷേട്ടാ, അപ്പൊ ഇനിയും കുറച്ച് നാൾ കൂടി 30 വർഷം ഞങ്ങളോട് അങ്ങോട്ട് വരാം കേട്ടോ. ഓക്കെ, ആശംസകൾ. ഹായ്,
നമസ്കാരം. പ്രിയപ്പെട്ട സതീഷ് ചേട്ടന് 30 വർഷം കംപ്ലീറ്റ് ചെയ്തതിന് പ്രവാസ ജീവിതം കൺഗ്രാജുലേഷൻ. ദൈവം കുറേ വർഷം ചേട്ടൻ്റെ ഇഷ്ടമുള്ള വർഷം വരെ ചേട്ടൻ അവിടെ തന്നെ ഞങ്ങളുടെയൊക്കെ കൂടെ അവിടെ ഉണ്ടാവണേ. അതേപോലെ തന്നെ സതീഷ് ചേട്ടൻ ഒത്തിരി ഹെൽപ്ഫുൾ ആളാണ്. നമ്മളെയൊക്കെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യും, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. സുഖം ദുഃഖം എല്ലാത്തിലും കൂടെ നിൽക്കാറുണ്ട്. അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. സതീഷ് ചേട്ടനെ എന്ന് തൊട്ട് അറിയുന്നു അന്ന് തൊട്ട് അങ്ങനെയാണ്. ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനം എപ്പോഴും ഉണ്ട് ചേട്ടന്. ചേട്ടൻ നമ്മളെ വഴക്ക് പറയാറുണ്ട്, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. താങ്ക് യു. ഞാൻ അമ്മ ഉണ്ട്, എൻ്റെ കൂടെ മോളുണ്ട്. അച്ഛനൊരു എമർജൻസിയിൽ വെളിയിൽ പോയിരിക്കുകയാണ്. അമ്മ സംസാരിക്കുന്നു. സതീശ 30 വർഷം സൗദിയിൽ ജീവിതം പൂർത്തിയാക്കി. വളരെ വളരെ സന്തോഷം. ഇനിയും മുന്നോട്ട് എത്ര നിൽക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും കാലം നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതോടൊപ്പം അച്ഛൻ്റെ വകയെ ആശംസയുണ്ട്, എന്നെ പറഞ്ഞേൽപ്പിച്ചാണ്, അതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നു. എല്ലാ ഭാഗ്യവും ദൈവം തരട്ടെ, നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തത് ദേവിക. സതീശങ്കർക്ക് എല്ലാവിധ ആശംസകളും. ലവ് യു ഉമ്മ. അപ്പം സതീഷ് ചേട്ടാ, ഐ ലവ് യു, വി മിസ് യു. ഞാൻ അടുത്ത് തന്നെ അവിടെ എത്തുന്നുണ്ട്. ബൈ ബൈ, താങ്ക് യു, ഗുഡ് ലക്ക്. ഹായ് സതീഷ് ചേട്ടാ, എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേർന്നുകൊള്ളുന്നു. സൗദി അറേബ്യയിലെ പ്രവാസ ജീവിതത്തിലെ 30-ാം വർഷം ആഘോഷിക്കുന്ന സതീഷ് ചേട്ടന് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. സതീഷ് ചേട്ടന് ഞങ്ങളോടുള്ള സ്നേഹവും കരുതലും പിന്നെ ഞങ്ങളെ ചേർത്ത് പിടിച്ച ഓരോ ദിവസങ്ങളും ഞങ്ങൾ ഇന്നും ഓർക്കുകയാണ്. ഒരുപാട് വർഷത്തെ പരിചയം ഇല്ലെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് ചേട്ടൻ നമുക്കൊരു നല്ലൊരു എന്താ പറയുക, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ചേട്ടനും ചേച്ചിയും മക്കളും എല്ലാവരും ഒത്തൊരു നല്ല ഒരു കുറേ നാളുകൾ നമുക്കിവിടെ ഞങ്ങൾക്കും ചേട്ടനോടൊപ്പം ചേരുവാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ്റെ കൂടെയുള്ള സമയങ്ങളൊക്കെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, നല്ല വൈബാണ്. അത് ഞങ്ങളെപ്പോഴും പറയും. അത് എല്ലാ കാലവും അങ്ങനെ തന്നെ മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും ചേട്ടൻ ആഗ്രഹിക്കുന്നിടത്തോളം നാളെ സൗദി അറേബ്യയിൽ നിൽക്കാനും ജോലി ചെയ്യാനും വളരെയധികം ഉന്നതമായ പൊസിഷനിലെത്താനും പ്രാർത്ഥിക്കുന്നു. അതിനുള്ള എല്ലാ നന്മകളും സർവേശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ചേട്ടനെയും ചേച്ചിയെയും മക്കളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സതീഷ് ചേട്ടനോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷെ ചെറിയ രീതിയിൽ പറയാം. കണ്ട അന്ന് തൊട്ട് ഇന്ന് വരെയും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുവാനും നമ്മളെ ചേർത്ത് പിടിക്കുവാനും ഒക്കെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കുവാനും ഒക്കെ തന്ന ആ ഒരു സമയത്തിനും വളരെ സന്തോഷം. ഇനിയും ഞങ്ങളുടെ കൂടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും കൂടെയും ഒരു പോസിറ്റീവ് എനർജി വൈബ് എപ്പോഴും കൂടെ ഉള്ളപ്പോൾ അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ എടാ മോനെ എന്നുള്ള ആ വിളി കേൾക്കുവാൻ ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹലോ സതീഷ് അങ്കിൾ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. 30 years ഇൻ സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. എന്നൊക്കെ സത്യം പറഞ്ഞാൽ പാർവതിനെയും പവിത്രേനെയും കാണുന്നത് പോലെ തന്നെ, അവരെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും. ലൈക്ക് സ്വന്തം മോളെ പോലെ. സത്യമായിട്ടും ലൈക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ്, എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ആൻഡ് ഓൾസോ 30 years ആയി നമ്മൾ വേഗം നാട്ടിൽ പോണ്ട, നമുക്ക് 35ഉം 40ഉം ഇതുപോലെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. ആൻഡ് വി വിൽ മീറ്റ് സൂൺ. സോ ടേക്ക് കെയർ, ബൈ. സതീഷ്, ബെസ്റ്റ് വിഷസ്. 30 വർഷമല്ലേ ഒരൊറ്റ കമ്പനിയിൽ. വെരി ഗുഡ്. പിന്നെ നമുക്കിപ്പോൾ ഓർമ്മയുണ്ട്, നിങ്ങൾ നമ്മളെ ഗൾഫ് ബാങ്കിൽ നമുക്ക് എൻട്രി കോൺഫിഡൻസ് വെല്ലിഷനും അതുപോലെ നമ്മളെ ട്രസ്റ്റ് ടെക്നിക്കൽ കോൺട്രാക്ടിങ് കമ്പനിക്കൊക്കെ ഇപ്പോൾ നമ്മളവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ സപ്പോർട്ടാണ്. ആൾ ദ ബെസ്റ്റ് സതീഷ്. ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ. ബെസ്റ്റ് വിഷസ്. എല്ലാവിധ ആശംസകളും. വല്യേട്ടന് എല്ലാവിധ ആശംസകളും. ഇതുപോലെ തന്നെ എന്നും തിളങ്ങാനുള്ള അവസരം ഇനിയും ഉണ്ടാക്കട്ടെ. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. ഓൾ ദ ബെസ്റ്റ്. All the best, Sadish uncle. Hello, Sadish. Congratulations. 30 years completed. Oh, wonderful. Best wishes. Congratulations, Sadish. ഹായ് സതീഷ്, ഹൗ ആർ യു? പ്രവാസ ജീവിതം 30 വർഷം തികച്ചു അല്ലേ? കുറേ കഷ്ടപ്പാടുകളും ആഘോഷങ്ങളും സുഖങ്ങളൊക്കെയായി 30 വർഷം തികച്ചു. ഇനിയും വരാനുള്ള ഒരു 20 വർഷം കൂടി തികക്കാനുള്ള എല്ലാ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും പടച്ചോ നിങ്ങൾക്ക് തല നൽകട്ടെ. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ബൈ ബൈ, ടേക്ക് കെയർ. Congratulations Satish Bhai for the successful achievement in Gulf packaging for the past 30 years.
okay, it wouldn't be possible, without your dedication and the faith in the company. All the very best for the bright future, more in this company. 30 വർഷമായി ഗൾഫ് പാക്കേജിൽ ജോലി ചെയ്യുന്ന സതീഷേട്ടന് എല്ലാവിധ ആശംസകളും. അപ്പോൾ സതീഷേട്ട, ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. 30 വർഷമായി ഗൾഫ് പാക്കേജിൽ വർക്ക് ചെയ്യുന്ന സതീഷിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. കീപ് ഇറ്റ് അപ്പ്. Hi Satish uncle, happy 30 years of being in Saudi Arabia. I'm so proud of you and I'm so sure that it was not an easy task staying there 3 വർഷം. It might have been so hard for you and I'm so proud that you just made it. പിന്നെന്താ, അങ്കിളിനെ പറ്റി എനിക്ക് കുറേ പറയാനുണ്ട്. ആക്ച്വലി വേറെ ഒരു ലോഡ് ദാറ്റ് ഐ ക്യാൻ സേ. എപ്പം ഞാൻ സൗദിയിൽ വരുമ്പോഴും അങ്കിളിങ്ങനെ എന്താ വേണ്ടേ മൈ ഗോഡ്, ഐ മിസ് ദാറ്റ്, ഐ മിസ് എവറിത്തിങ്. എല്ലാ വട്ടം വരുമ്പോഴും ദ ഇനിഷ്യേറ്റീവ് യു ടേക്ക് എന്നെ അവിടെ കൊണ്ടുപോകും, ഇവിടെ എവിടെയും കൊണ്ടുപോകും, അവിടെ പോകും, സെറ്റാക്കാം, പോവാം, എത്ര യാത്രകളാണെങ്കിൽ പോവാം. സോ ഹാപ്പി ദാറ്റ് ഐ ഹാവ് യു ഇൻ മൈ ലൈഫ്. ഇനി കുറേ വർഷം അവിടെ നിൽക്കാനും ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ പറ്റട്ടെ എന്ന് ഐ പ്രേ. ഓക്കെ, സോ വൺസ് അഗെയിൻ ഹാപ്പി 30 years of being there. I'm so proud of you and yeah, bye. സതീഷേട്ടാ, കൺഗ്രാറ്റ്സ്. ഒരു 30 വർഷം പ്രവാസിയായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാലയളവല്ല, അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സതീഷേട്ടൻ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ സതീഷേട്ടൻ ഫസ്റ്റ് കാണുന്നത് ഒരു ടിക്ടോക്ക് ഗ്യാതറിംഗ് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക വൈബൊക്കെ ആയി മക്കളും ഫ്രണ്ട്സൊക്കെ ഇടയിൽ ജോലി അടിച്ച് നടക്കുന്നത് സതീഷേട്ടനായിരുന്നു ഞങ്ങൾ കാണുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ വെച്ചിട്ട് പരിചയപ്പെടുന്നത്. ഇന്നും ആ ഒരു റിലേഷൻ, ഒരു ചേട്ടൻ ചേച്ചി അനിയത്തിമാർ നല്ലൊരു റിലേഷൻ ഇന്നും ഞങ്ങൾ വളരെ ഭംഗിയായി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇനി അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റട്ടെ. പിന്നെ സതീഷേട്ട വൈബും കാര്യങ്ങളൊക്കെ, ഞങ്ങൾക്ക് സതീഷേട്ടൻ പൊളിമേനാണ്. അപ്പോൾ പൊളിമാനെ അടിച്ചു കൊടുക്കി. Congratulations Mr. Satish for completing 30 remarkable years in Saudi Arabia. സതീഷേട്ടനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് 2022 ഒരു ടിക്ടോക്ക് ഗ്യാതറിംഗിൽ വെച്ചിട്ടാണ്. അന്ന് മുതൽ ഇത് ഇന്ന് വരെ ഞങ്ങളുടെ ഒരു എൽഡർ ബ്രദറായിട്ടും ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ടായിട്ടൊക്കെ എന്നും നിന്നിട്ടുള്ള ഒരാളാണ്. എ മാൻ ഓഫ് സെലിബ്രേഷൻസ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് സതീഷേട്ടനും ചേച്ചിയും മക്കളെല്ലാവരും. ഓൾ ദി ബെസ്റ്റ് സതീഷേട്ടാ. സതീഷേട്ടനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ട്. സൗദി അറേബ്യയിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു ഫാമിലി ആയിരുന്നു സതീഷേട്ടൻ്റെ ഫാമിലി. പിന്നെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആദ്യം എനിക്ക് വിളിക്കാൻ തോന്നുന്ന ഒരു വ്യക്തിയും സതീഷേട്ടൻ തന്നെയാണ്. എനിക്കും എൻ്റെ അനിയനും ഒരു വലിയ ജ്യേഷ്ഠനെ പോലെ തന്നെയാണ്. ജ്യേഷ്ഠനെ പോലെയല്ല, ജ്യേഷ്ഠൻ തന്നെയാണ് സതീഷേട്ടൻ. അപ്പോൾ ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി കുറേ കാലം സന്തോഷവാനായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹായ് സതീഷേട്ടൻ, ഹാപ്പി 13th ആനിവേഴ്സറി സതീഷേട്ടൻ സൗദിയിലെത്തിയിട്ട്. സതീഷേട്ടനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സതീഷേട്ടൻ എൻ്റെ ഒരു ഫാമിലി പോലെയാണ്. സൗദിയിൽ വന്നിട്ട് എനിക്കൊരു ഫാമിലി കിട്ടിയിട്ടുണ്ട്. സതീഷേട്ടൻ മാത്രമല്ല, ഷീജേച്ചിയും പാറും, ഫാമിലി, ഹോൾ ഫാമിലി എനിക്ക് അങ്ങനെയാണ്. പിന്നെ സതീഷേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് കുട്ടിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈബ് മനുഷ്യനാണ്. പിന്നെ ഒരു ഗുഡ് ഫാദറുമാണ്. ഞാൻ സതീഷേട്ടൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, പാറും ഭയങ്കര ലക്കിയാണ് സതീഷേട്ടനെ പോലെയുള്ള ഒരു അച്ഛനെ കിട്ടാനായിട്ട്. കാരണം പുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വൈബാണ്, കളറാണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഒന്നുകൂടെ ഓൾ വിഷസ് നേരുന്നു. പിന്നെ 13 ആയിപ്പോൾ ഇനി നമുക്കൊരു 50 ആക്കണം, 100 ആക്കണം. അങ്ങനെ കുറേ കാലം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റണം എന്ന് വിചാരിക്കുന്നു. എന്നാലും അത് ഞങ്ങൾക്കൊക്കെ വൈബടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി. Congratulations on your 30th work anniversary, Sadishata. Your hard work and dedications are truly appreciated. On these special occasions, I wish for your continuous growth, fulfillment, and many more achievements. God bless and cheers for your new chapter ahead. Thank you. Congratulations, Sadishata. God bless. നമസ്കാരം. ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ഒരുമിച്ചൊരു വീഡിയോ സാധ്യമല്ല. നമ്മുടെ സതീഷേട്ടനെ കുറിച്ച് ഞാൻ വാദോരാണ്ട് സംസാരിക്കേണ്ടി വരും. കാര്യം ഒരു 10 മിനിറ്റ് പറഞ്ഞാലും അല്ലെങ്കിൽ 20 മിനിറ്റ് പറഞ്ഞാലും ഒന്നും അറിയാതെ. എങ്കിലും ഈ ഇടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ കുറച്ച് അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കുകയും അതിനെ തുടർന്ന് ധൈര്യം ചോരുകയും ചെയ്ത സമയത്ത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, അവന്മാരാടാ, നീ വാടാ, ഞാൻ കൂടെ നമുക്ക് പോയി ചോദിക്കാം എന്ന് പറഞ്ഞ അങ്ങേരോട് ഈ ജന്മം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അങ്ങേരുടെ ഈ ഒരു വാക്കുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തായി പോകുമായിരുന്നു ജീവിതം. I love you, Sadishata. I miss you, Sadishata. Thank you so much. Take care. Hi, Sadishata. Hello, Sadishata.
ഇതിന്റെ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ. ഈ സൗദി അറേബ്യയിൽ 30 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ സതീശനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മോൾക്ക് അലീനയ്ക്ക് 1 വയസ്സുള്ളപ്പോൾ മുതലേ കാണാൻ തുടങ്ങിയതാണ്. ഈ നിശ്ചയിച്ചിന്റെ വീട്ടിൽ ഫാമിലി ഗ്യാതറിങ്ങിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അന്ന് മുതലുള്ള എനർജി ലെവൽ ഇന്ന് വരെ കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ആള് ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ടോക്കറ്റീവ് ആണ്, സോഷ്യലായിട്ട് ഇടപെടുന്ന ആളാണ്, പിന്നെ ഹെൽപ്പിംഗ് ഹാൻഡിൽ ഒരാളാണ്. ആർക്കും എപ്പോഴും ഏത് ഹെൽപ്പിന് വേണ്ടി ഓടിയെത്തുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ എനിക്ക് കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞത് നമ്മുടെ ARS ഫാമിലിയിലൂടെയാണ്. ARS ഫാമിലിയുടെ അമരക്കാരൻ എന്നുള്ളത് നമ്മളെല്ലാവരുടെയും വലിയേട്ടൻ എന്നുള്ള രീതിയിലും സതീശനെ എനിക്ക് കൂടുതൽ ഒരു ഫാമിലി ആയിട്ട് തന്നെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഏത് സമയത്തും നമ്മൾ സതീശേട്ട ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനടി ഓടിയെത്തുന്ന ഒരാളും കൂടെയാണ്. അപ്പം ഈ ചെറുപ്പക്കാരും ചെറിയ ആൾക്കാർ മുതൽ വലിയ ആൾക്കാർ വരെ സതീശേട്ട ഒരു ഫാനാണ്. അപ്പം സതീശേട്ടൻ്റെ ഭാര്യ ഷീജമ്മയാണെങ്കിലും പാറും പവിത്രയും ഒക്കെ ആണെങ്കിലും നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇനിയും കൂടുതൽ വിവരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. Okay, and thank you so much. Hi, 30 years successfully and hard work കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത സതീശങ്കറിന് എൻ്റെ എല്ലാവിധ ആശംസകളും. I'm so happy for you. Wish you all the very best. Thank you. Thank you so much to each one of you. എല്ലാവരും പേര് ഇപ്പോൾ എല്ലാത്തിലും പറയാൻ പറ്റില്ല, പക്ഷേ ഈ വീഡിയോയിലുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ സിറ്റുവേഷൻസ് ഞാൻ നല്ലോണം മനസ്സിലാക്കുന്നു. അവർക്കും ഒരുപാട് താങ്ക്സ്. അച്ഛന് വിഷസ് പ്രത്യേകം പറയാനും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത്രയുള്ള ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഐ മേക്ക് ഷുവർ ടു ഇംപ്രൂവ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആരുടെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കൂടി കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അത് വായിച്ചു നോക്ക് സതീഷ്. അതെ, കഴിഞ്ഞിട്ടില്ല. ശരിക്കും എന്നെ കേക്ക് ഞാനിത് 30 വർഷം ഞാൻ കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കേക്ക് സീരിയസ്ലി ഒരു ചടങ്ങോട്ടുണ്ട് ശരിക്കും നിന്റെ പണിപ്പോയാൽ ഒരാഴ്ച കൊണ്ടുണ്ടാട്ടെ അവരെ ഇവരാ
തന്നെ വിളിക്കാൻ പറ്റും ഫോണിൽ. അമേരിക്കൻ 30 വർഷം 30 സതീഷ് നിന്റെ കുടുംബത്തിൽ